എന്ത് പറയണം, സന്തോഷമുള്ള കാര്യം, ഒരു വലിയ സന്തോഷമുള്ള കാര്യമാണ് ടീമിൽ കിട്ടിയത്, ഇന്ത്യൻ ടീമിൽ കിട്ടിയത്. സാർ, ഇപ്പോൾ സഞ്ജുവിന് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിലടക്കം സഞ്ജു ടീമിൽ ഉണ്ടാകണം, നേരത്തെ കേരളത്തിലുള്ള ആളുകൾ മാത്രമാണ് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ IPL ശേഷം ഇന്ത്യയിലെ ആളുകൾ, കൂടുതൽ ആളുകളും പറയുന്നത് സഞ്ജു ടീമിലേക്ക് വരണം, സഞ്ജുവിനെ എന്തുകൊണ്ട് എടുക്കുന്നില്ല എന്നൊരു ചോദ്യം. അപ്പൊ ഇത് എങ്ങനെ തോന്നുന്നു നിങ്ങൾക്ക്, ഈ ഒരു സംഭവം എല്ലാം കൂട്ടിച്ചേർക്കുമ്പോൾ? വലിയ സന്തോഷമുള്ള കാര്യം. സഞ്ജുവിനെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ രാജ്യത്തിലെ ജനങ്ങൾ, അവന്റെ കളി വീക്ഷിക്കുന്ന ആളുകൾ അവനെ സപ്പോർട്ട് ചെയ്യുന്നതിനും അങ്ങേറ്റം സന്തോഷമുള്ള കാര്യമാണ്. വളരെ സന്തോഷമാണ്. സാർ, ഇപ്പോൾ സെക്കൻഡ് വിക്കറ്റ് കീപ്പർ ആണെങ്കിൽ പോലും സഞ്ജു ടീമിലേക്ക് എടുക്കുക എന്ന് പറയുമ്പോൾ അത് കേരളത്തിന്റെ മാത്രമല്ല, ഇപ്പൊ കേരളം വിട്ട് ഇന്ത്യക്കാരുടെ ഒരു ആഘോഷമായി മാറിയിരിക്കുകയാണ്. സെക്കൻഡ് വിക്കറ്റ് കീപ്പർ, ഇതൊക്കെയാണല്ലോ വിഷയങ്ങൾ. നമ്മൾ സെക്കൻഡ് വിക്കറ്റ് കീപ്പർ, ഫസ്റ്റ് വിക്കറ്റ് കീപ്പർ അല്ലേ പറഞ്ഞ. അപ്പൊ 15 പേര് സ്കോഡിൽ വന്നു, എത്ര തവണ കളിക്കാൻ കൊണ്ടുപോയിട്ട് വെളിയിലെടുത്തിരുന്നു. ഇതൊക്കെ അതുകൊണ്ടൊക്കെ അല്ലേ നമ്മളെ ഈ അങ്ങനെ അധികം അമിതമായ സന്തോഷങ്ങളോ ആഹ്ലാദങ്ങളൊന്നും നമുക്കില്ല. നമ്മളൊരു 10 വർഷം മുമ്പേ ഇതൊക്കെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. 10 വർഷം മുമ്പേ ഇന്ത്യൻ ടീമിനകത്ത് സ്ഥിരതയോടുകൂടെ കളിക്കാനുള്ള ഒരു പ്ലെയർ ആയിരുന്നു. അതിന്റെ പരിഗണന കിട്ടുന്നില്ല, അത്ര പ്രയാസമുണ്ട് ഇപ്പോഴും. അതുകൊണ്ടാണ് അമിതമായ സന്തോഷങ്ങളൊന്നും ഞാൻ ആഘോഷിക്കാത്തത്. അതും കൊണ്ടുപോയി കളിക്കാതെ വെളിയിൽ വെച്ചിരുന്നിട്ട് സന്തോഷിച്ചുള്ള കാര്യമുണ്ടോ? സാർ, അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ സഞ്ജു വളരെ കൂളായിട്ടുള്ളൊരു മനുഷ്യനാണ്. ഇപ്പം കളി തോറ്റാലും ജയിക്കുവാണെങ്കിലും വളരെ കൂളാണ്. പക്ഷെ കഴിഞ്ഞ ദിവസം ഒരു കളി സഞ്ജു 6 അടിച്ച് ജയിപ്പിച്ചതിന് ശേഷം ആദ്യമായിട്ട് സഞ്ജു കുറച്ചുകൂടി അഗ്രസീവായിട്ട് ബാറ്റൊക്കെ ഉയർത്തി. അത് ആക്ച്വലി സഞ്ജുവിന്റെ ഭാഗത്ത് നിന്ന് ആദ്യമായിട്ടാണ് കാണുന്നത്. അതെങ്ങനെ തോന്നുന്നു? അവന്റെ ഉള്ളിൽ കിടന്ന പ്രയാസങ്ങളാണ്. കുറെ കാലം കൊണ്ട് അവന്റെ ഉള്ളിൽ ഇങ്ങനെയുള്ള ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അവൻ കഠിനമായി അധ്വാനിക്കുന്ന ഒരാളാണ്. ഈ കഠിനാധ്വാനികൾക്ക് കിട്ടേണ്ടത് കിട്ടാറില്ല. ചിലര് അധ്വാനിക്കാത്ത ചില കാര്യങ്ങളൊക്കെ പല സോഴ്സും ഉപയോഗിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. ചിലർ അധ്വാനിക്കുന്നവർക്ക് കിട്ടേണ്ട സമയത്ത് കിട്ടത്തില്ല. അപ്പോ ഒരു ഇന്നിങ്സ് അങ്ങനെ നന്നായി ഒന്ന് കളിച്ച് തീർത്തപ്പോ അവനൊരു ആശ്വാസം, മനസ്സിനകത്തുണ്ടായിരുന്നൊരു പ്രയാസം. അവനൽപ്പോ റിലാക്സ് ആയി കാണണം. അത്രയും മനസ്സിനകത്ത് കിടന്നൊരു പ്രയാസം പുറത്ത് തള്ളി വിട്ടു അവൻ. ഇത്രയും അങ്ങനെ ഞാൻ അതിനെ കാണുന്നുള്ളൂ. സാറ് ഈ സെലക്ഷൻ കിട്ടിയ വിവരം അറിഞ്ഞതിന് ശേഷം സഞ്ജുവിനെ വിളിച്ചിരുന്നു? പ്രാക്ടീസും കാര്യങ്ങളൊക്കെ അല്ല. ഇന്നലെ വൈകുന്നേരം സംസാരിച്ചു. നമ്മൾ അധികം സംസാരിക്കാറില്ല. ഇപ്പൊ ഇങ്ങനൊരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുക, IPL കളികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാരണവശാലും ഞാൻ ഞങ്ങൾ ആരും വീട്ടിലെന്താരും അവനെ ശല്യിക്കാറില്ല. അവനെപ്പോഴെങ്കിലും ഫ്രീ ഫീൽ ചെയ്യുമ്പോൾ നമ്മൾ വിളിക്കും. ഇന്നലെ വൈകുന്നേരം വിളിച്ചിരുന്നു. ഞങ്ങൾ ഇതിനെക്കുറിച്ചും ചർച്ച ചെയ്യാറുണ്ട്. ഇന്ത്യൻ ടീമിൽ കിട്ടുമോ കിട്ടൂല്ലയോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ ഒന്നും നമുക്കൊരു വിഷയമല്ല. 10 കൊല്ലം മുമ്പേ നമ്മുടെ കിട്ടേണ്ടത് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം. നമ്മൾ 2013 ഗെയിമിലൂടെ പോകണം. 2013 IPL അതിലൂടെ ഒന്ന് കടന്നു പോകണം. അപ്പം അറിയാൻ പറ്റും. IPL-ഉം ചാമ്പ്യൻസ് ട്രോഫിയൊക്കെ ഒന്ന് എടുത്ത് നോക്കണം. അന്നുപോലെ അവൻ ടീമിൽ വരേണ്ട ഒരാളാണ്. അവന് വരാൻ കിട്ടാത്തത് അവൻ വിക്കറ്റ് കീപ്പറായി പോയി ഒരു കാലത്ത്. ഇങ്ങനെ പല കഥകളുണ്ട്. നമുക്കൊന്നും പറയാനില്ല. സന്തോഷം, അതിലേറെ സന്തോഷമില്ല. അവൻ അവിടെ ചെന്ന് അവൻ അവസരം കിട്ടണം. അവൻ വിനിയോഗിക്കണം. അവസരം കിട്ടണം. ആദ്യം അവന് അവസരം കൊടുക്കണം. അവന് കിട്ടേണ്ട രീതിയിലുള്ള അവസരം അവന് കിട്ടണം. അവൻ അതിൽ പെർഫോം ചെയ്യണം. രാജ്യത്തിന് വേണ്ടി ഒരു നല്ലൊരു ഇന്നിങ്സ് കാഴ്ച വയ്ക്കുമ്പോഴേ ഈ സന്തോഷത്തിനൊരു കാര്യമുള്ളൂ. സന്തോഷം കൊണ്ടൊരു കാര്യമുള്ളൂ. ഇപ്പൊ ഈ പല അവസരങ്ങളും നിഷേധിക്കപ്പെടുമ്പോൾ സഞ്ജുവിനോട് എപ്പോഴെങ്കിലും പറഞ്ഞിരുന്നു എന്തിനാണ് ഈ ഒരു കഷ്ടപ്പാട്, അങ്ങനെ എപ്പോഴെങ്കിലും പറയേണ്ടി വന്നു? ഇല്ല. അയ്യോ, അങ്ങനെ നമ്മൾ സംസാരിക്കാം. നമുക്കറിയാം ഇവിടുത്തെ നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. നമ്മൾ അതിനൊന്നും വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. അവൻ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരുന്നു, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. അവൻ അധ്വാനിയാണ്, കഠിനാധ്വാനിയാണ്. നമ്മൾ നമ്മുടെ ജോലി ചെയ്യുന്നു. ബാക്കി ഫലം നമ്മുടെ കയ്യിലല്ലല്ലോ. നമുക്ക് നമ്മുടെ ഫലം തരേണ്ടത് നമ്മളല്ല. നമ്മൾ വർക്ക് ചെയ്യുന്നു. നമ്മൾ ചെയ്യുന്ന വർക്കുകൾ കാണാതെ പോകുന്നതും ഉണ്ട്. ചിലപ്പോൾ അവർക്ക് അവരുടെ ശ്രദ്ധയിൽപ്പെടാതെ പോകുന്നതായിരിക്കാം. നമ്മളാരെയും കുറ്റപ്പെടുത്തുന്നില്ല. ഒരു അവസരം വന്നു, അവന് കളിക്കാൻ അവസരം കിട്ടിയിട്ട് അതാണ് എന്റെ പ്രാർത്ഥന. ഈ രാജസ്ഥാൻ റോയൽസും സഞ്ജുവിന്റെ ഒരു കരിയറും ഈ ഒരു ഷേപ്പിംഗില് രാജസ്ഥാൻ റോയൽസിന്റെ ഒരു പങ്ക് സാറിന് തോന്നിയത് എത്രത്തോളം ഉണ്ടെന്നാണ്? രാജസ്ഥാൻ റോയൽസ് 2013 അവന് അവസരം കൊടുത്തു കളിക്കാൻ. 2013 അവന് അവസരം കൊടുത്തു രാജസ്ഥാൻ റോയൽസ്. അവനതിൽ കളിച്ചു, പെർഫോം ചെയ്തു. അടുത്തൊരു
ഓപ്ഷൻ അടുത്തൊരു എന്താ പറഞ്ഞത്, ഓപ്ഷൻ വന്നപ്പോ അവര് റിട്ടേൺ ചെയ്യാൻ ചോദിച്ചു. പൈസ ഇല്ലെങ്കിൽ രാജസ്ഥാനിൽ കളിച്ചോളാം എന്ന് പറഞ്ഞിരുന്നു ഞാൻ അന്ന്. എന്നോട് ചോദിച്ചു അവൻ എന്ത് വില വേണമെന്ന് ചോദിച്ചു, എന്ത് പൈസ വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് എന്റെ മകൻ നിങ്ങൾ പൈസ കൊടുത്തില്ലെങ്കിൽ കളിക്കുന്നതാണ്, നിങ്ങൾക്ക് വേണ്ടി കളിക്കുമെന്ന് പറഞ്ഞു. എന്റെ മകൻ രാജസ്ഥാന് വേണ്ടി അവൻ നിങ്ങൾക്ക് വേണ്ടി തന്നെ കളിക്കും, പൈസ കൊടുക്കില്ല. അങ്ങനെ ഒരു ബന്ധമാണ് രാജസ്ഥാനുമായിട്ട് സഞ്ജുവിന്. കാരണം എന്റെ കുഞ്ഞിന് ആദ്യമായിട്ട് അവസരം കൊടുത്തവരാണ് അവര്. ഇന്നും അവൻ കാത്തുവയ്ക്കുന്നു. അവൻ അവരോടും അവരവനോടും നന്നായിരിക്കുന്നു. അതിൽ ഇനിയും എത്ര കാലം അവരെ വെച്ചിരിക്കുമോ, അവനെ ഉപയോഗിക്കുമോ, എത്ര പൈസ വന്നാലും ശരി തന്നെ, അവൻ ചിലപ്പോൾ ഒരിടത്തും പോവില്ല. എന്റെ മകൻ രാജസ്ഥാന്റെ കൂടെ തന്നെ ഉണ്ടാവും. എന്തായാലും ഈ ഒരു ടീം സെലക്ഷൻ വന്നതോടുകൂടി ഹാപ്പിയാണ് എല്ലാവരും. ഞാൻ സാറിനോടൊരു കാര്യം പറയാമല്ലോ, ഞാൻ 10 കൊല്ലം മുമ്പ് നഷ്ടപ്പെട്ട സാധനമല്ലേ ഇത്. എന്നെ സംബന്ധിച്ച് എന്റെ മകൻ, ഞാൻ അവനെ ഒരു 10-15 വയസ്സ് പ്രായത്തിലേ ഞാൻ അവനെ ഇന്റർനാഷണൽ സ്വപ്നമല്ല, ഇന്റർനാഷണൽ എന്ന് കണക്കൂട്ടി വന്ന കൊച്ചാണ് അവൻ. 2013 അവന്റെ 13 വയസ്സ് മുതൽ അവൻ ഇന്ത്യൻ ടീമിൽ കണ്ടിന്യൂ കളി. അവന്റെ 13 വയസ്സ് മുതൽ അണ്ടർ 14, 15, 16, 17, 18, 19 കണ്ടിന്യൂ ഇന്ത്യ. ദേവാനേരിച്ചാണ് ഒരു ഇഞ്ചുറിയോ അങ്ങനെയുള്ള ഒരു വിഷയമൊന്നും ഇല്ലായിരുന്നു. കണ്ടിന്യൂ ഇന്ത്യ കളിച്ചു വന്ന ഒരാളാണ് അയാൾ. ഇന്ന് കിട്ടിയ പുതിയ കഥയല്ല എന്നെ സംബന്ധിച്ച്. എന്റെ മകൻ ഇന്റർനാഷണൽ ആണെന്ന് ഞാനും അത് ഒരു അഹങ്കാരമോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ സാറ് വിചാരിച്ചത് അപ്രതീക്ഷിതമായി കിട്ടിയ ഒരു കഥയല്ല ഇതെനിക്ക്. അതുകൊണ്ട് എന്റെ കുഞ്ഞിതിനെ ഡിസർവ് ചെയ്തിരുന്നു, ഇന്നല്ല 10 കൊല്ലം കൊണ്ട് ഡിസർവ് ചെയ്തിരുന്നു. സാറിന് മനസ്സിലായല്ലോ? മനസ്സിലായി സാർ. എന്തായാലും സംസാരിച്ചെങ്കിൽ ക്ഷമിക്കണം. ഇല്ല ഒന്നുമില്ല സാർ. എന്തായാലും ഇത്രയും പ്രതികരിച്ചതിന് സന്തോഷമുണ്ട്.